ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആരാണ്, എന്താണ്, ആരാണിത് ചെയ്തത് എന്ന് വ്യക്തമായൊരു ധാരണയൊന്നും ഇല്ലാതെ പവിത്ര പറഞ്ഞ വാക്കുകൾ കേട്ട് മാത്രം നമ്മുടെ നയനയുടെ ചിത്രത്തെ എല്ലാവരും അങ്ങ് വാനോളം പുകഴ്ത്തുന്നു. അങ്ങനെ ദേ എല്ലാവരും വാനോളം പുകഴ്ത്തി അതിൻ്റെ ആ ഒരു പിന്നിലെ അണിയറ പ്രവർത്തകയായ നമ്മുടെ നയന സ്വയം സമാധാനിച്ച് അല്ലെങ്കിൽ സ്വയം സന്തോഷം കണ്ടെത്തി അവിടെ നിൽക്കുന്നു. അപ്പം അങ്ങനെ ഒരു സാഹചര്യം അവിടെ നടക്കുന്നു. പിന്നെ നമ്മുടെ നന്ദു ഓരോരോ ഗുലുമാലുകളിൽ വീണ്ടും ചെന്ന് പെട്ടിട്ട് ഇങ്ങനെ വരും. അപ്പം അനിയൻ നന്ദുവിനെ കാത്തു നിൽക്കുക. കൂട്ടുകാരനോട് നന്ദു പറഞ്ഞു, ഇതൊന്നും അനി അറിയരുത് എന്ന്. ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. ഇതെന്താ നന്ദു, ഇത് നിന്നെ ഞാൻ രാവിലെ തൊട്ട് വിളിക്കല്ലേ, നിന്റെ ശബ്ദമൊന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ, താ എന്താ ഫോൺ എടുക്കാത്തതെന്ന് ചോദിച്ചു അനി. ഞാൻ ഇന്നത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തനിക്ക് നിങ്ങൾ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. എനിക്കെന്ത് പ്രശ്നം, എന്തിനാ വെറുതെ എൻ്റെ പിന്നിൽ ഇങ്ങനെ ഡിറ്റക്റ്റീവിനെ പോലെ ചുറ്റിത്തിരിയുന്നതെന്ന് ചോദിച്ചപ്പം അതെ, നന്ദുപ്പയുടെ ബന്ധു മാത്രമല്ല എൻ്റെ ഗുരു കൂടിയാണെന്ന് പറഞ്ഞു അനി. അതെ, ഞാനാ ഇപ്പോൾ ബോഡിയൊക്കെ ഒന്ന് ഫിറ്റ് ആക്കിയെടുക്കാൻ സഹായിക്കുന്നെന്ന് കൂട്ടുകാരനോട് നന്ദു പറഞ്ഞപ്പോൾ ഒന്നും വെറുതെ ചെയ്യുന്നത് ശരിയല്ല നന്ദു, അതുകൊണ്ടേ ഞാൻ ഇതിനൊരു ഫീസ് ഫിക്സ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. ഫീസോ? അതെന്തിനാ? അല്ല, നന്ദു ബോഡി ബിൽഡ് ചെയ്യാൻ അനിയെ സഹായിക്കുമ്പോൾ അതിനൊരു ഫീസ് തരുന്നതിൽ എന്താ തെറ്റെന്ന് കൂട്ടുകാരൻ നന്ദുവിനോട് ചോദിക്കാം. ബ്രോ, വേണമെങ്കിൽ ഒരു മാസത്തെ ഫീസ് ഞാൻ ഒന്നിച്ച് തരാം, ഒരു 10,000 രൂപ തരാമെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇത് കേട്ട് നമ്മുടെ നന്ദു ഇങ്ങനെ അന്താളിച്ച് നിൽക്കുവാണേ, ഒരു മാർഗം കിട്ടുവാണല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ കൂട്ടുകാരൻ നന്ദുവിനെ തലയാട്ടി കാണിക്കാം, സമ്മതിച്ചോ എന്ന് പറഞ്ഞു. അതെ, എനിക്ക് 10,000 രൂപ ആവശ്യമുണ്ടെന്ന് അനിയോട് ആരെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ എന്നോടാരും പറഞ്ഞിട്ടൊന്നുമില്ല. അല്ല, ഞാൻ പഠിക്കുന്നതിനുള്ള ഫീസ് തരാമെന്നാണ് ഞാൻ പറഞ്ഞത്, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഫീസ് തന്നേ പഠിക്കത്തുള്ളൂ എന്നാണെങ്കിൽ മറ്റേതെങ്കിലും ട്രെയിനറെ വെക്കുന്നതായിരിക്കും നല്ലതെന്ന് നന്ദു പറഞ്ഞു. എന്നെ ആ പണിക്ക് കിട്ടത്തില്ലെന്ന് പറഞ്ഞ് നന്ദു പോയപ്പോൾ അയ്യോ നന്ദു പിണങ്ങി പോവല്ലേ, ഞാൻ കാര്യം പറഞ്ഞതാ, എന്തിനാ ഇങ്ങോട്ട് ഈ തിരക്ക് പിടിച്ച് ഓട്ടോ ഓടുന്നതെന്ന് ചോദിച്ചപ്പം ഞങ്ങൾക്കൊരു സന്നദ്ധ സംഘടന ഉണ്ടെന്ന് അറിയാമല്ലോ, അതിൻ്റെ ഭാഗമായിട്ടൊക്കെയുള്ള അലച്ചിലാണെന്നും ഒരു സുഹൃത്തിൻ്റെ പെങ്ങളിൻ്റെ കല്യാണം നടത്തണം, അതിന് കാശ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു നന്ദു. എന്നാൽ ഒരു കൂപ്പൺ എനിക്കും തന്നു, ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ തൽക്കാലം വേണ്ട, നീ വേഗം വണ്ടി എടുക്കണമെന്ന് പറഞ്ഞ് കൂട്ടുകാരനെയും കൂട്ടി നമ്മുടെ നന്ദു അങ്ങ് പോയി. പക്ഷേ എനിക്ക് എന്തൊക്കെയോ എവിടെയൊക്കെയോ അറിയാൻ കേട്ടോ. അങ്ങനെ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അച്ഛനും അമ്മയും കൂടി ദേ അമ്പലത്തിൽ തൊഴാനായിട്ട് പോകുമ്പോഴേക്കും ആ പലിശക്കാരൻ അവിടെ പിടിച്ചു നിർത്തി. എന്നിട്ട് കൊടുക്കാനുള്ള പൈസയുടെ പേരിൽ ഭയങ്കരമായിട്ട് അപമാനിക്കുക. അങ്ങനെ ഇയാൾ അപമാന വർത്തമാനങ്ങൾ പറഞ്ഞപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, ഞാൻ ആ പൈസ തന്നോളാം, താൻ എങ്ങനെ തന്നു തീർക്കുമെന്നാണ് പറയുന്നതെന്ന് ചോദിച്ചു. എന്നിട്ട് അനാവശ്യങ്ങൾ ഇങ്ങനെ തുരുതുരാ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴേക്കും കനകം പറഞ്ഞു, തന്നോട് ഞാൻ പറഞ്ഞതല്ലേടോ അനാവശ്യങ്ങളൊന്നും ഞങ്ങളുടെ മുന്നിൽ വന്ന് പറയരുത്, അല്ലെങ്കിൽ എന്നോട് പറയരുതെന്ന് പറഞ്ഞതല്ലേടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലടി ഞാൻ പറയുന്നില്ല, അങ്ങനെയാണെങ്കിലേ നീയും എൻ്റെ കൂടെ അങ്ങ് പോരേന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴേക്കും അവർക്ക് രണ്ടുപേർക്കും ഒന്നും മിണ്ടാനായിട്ടില്ല. പണം തീർത്ത് തരുന്നത് വരെ നീ എൻ്റെ ഭാര്യയായിട്ട് നിന്നോളാനൊക്കെ ആ ചേട്ടൻ പറയുക. അത് കഴിഞ്ഞ് വീണ്ടും നിന്നെ ഗോവിന്ദൻ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ നിർത്തോട് ബ്ലേഡി ഫൂൾ, ദേ പൊതു സ്ഥലത്ത് വെച്ച് സ്ത്രീകളുടെ അനാവശ്യം പറയുകയാണോ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ കനകം ദേഷ്യപ്പെട്ടപ്പോഴേക്കും പറയുകയല്ല, ഇവൻ്റെ നെഞ്ചിടിച്ച് കലക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഈ കൂടെ വന്ന ഗുണ്ട പറഞ്ഞു. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിയും കാര്യങ്ങളൊക്കെ ആയി. പാവം നമ്മുടെ ഗോവിന്ദേട്ടനെയൊക്കെ ഉപദ്രവിക്കുക. ഇനിയിപ്പോൾ ഗോവിന്ദ, നീ നിന്റെ ഭാര്യയും കൊണ്ട് പൊക്കോ, ഇവളെ ഞാൻ അങ്ങ് കൊണ്ടുപോകുവാണെന്ന് പറഞ്ഞ് നന്ദു വന്നപ്പോൾ നന്ദുവിനെ കയറിവന്മാർ പിടിച്ചു. എന്നിട്ട് വന്ന് വണ്ടി കയറിയെന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിനോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നു. എടി എന്നിട്ട് വാടിയെന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിനെ വിളിക്കാം. നന്ദു പോകാൻ കൂട്ടാക്കാതെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇടി കൂടുന്ന ആ ഒരു സ്റ്റൈലിൽ വന്നപ്പോഴേക്കും എടി ഈ ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാവോടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ കൂടെ ഉണ്ടായിരുന്ന ഗുണ്ട നന്ദുവിനോട് വളരെ മോശമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു, അതുപോലെ പെരുമാറുന്നു. ഞാനൊരു പിടുത്തം പിടിച്ചാൽ ഉടുമ്പ് പിടിക്കുന്നത് പോലെ അടിയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയായി നന്ദു എടുത്തിട്ട് അവന്മാരെ ചവിട്ടിക്കൂട്ടി അവന്മാരുടെ നട്ടൽ വെള്ളമാക്കുന്ന പോലത്തെ ഇടി ഇടിച്ചു. ഇനി മേലും ഞങ്ങളുടെ കൺമുന്നിൽ വന്നു പോയേക്കരുതെന്നും എന്നോടോ എൻ്റെ അമ്മയോടോ എൻ്റെ കുടുംബത്തിലുള്ളവരോടോ മോശമായി സംസാരിച്ചാലേ നീയൊക്കെ വിവരം അറിയുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ അവന്മാരെ ശരിക്കും പെരുമാറി കഴിഞ്ഞപ്പോഴേക്കും അടുത്തവൻ വീണ്ടും നന്ദുവിനെ ഇടിക്കാൻ വന്നു. അപ്പോഴേക്കും പലിശക്കാരൻ പറഞ്ഞു, ഇവളെ ഇങ്ങനെയൊന്നും കൈകാര്യം ചെയ്താൽ പോരാ, നീ മിണ്ടണ്ട എന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരനെ പറഞ്ഞു വിടുക. എന്നിട്ട് എടാ, പണം കടം വാങ്ങിച്ചിട്ട് തിരിച്ചു തരാതിരുന്നാൽ ഭാര്യയും മക്കളെയും കെട്ടിത്തരണമെന്ന് ആരായാലും പറയും, അതെ ഞാനും ചോദിച്ചോളൂ എന്നും പറഞ്ഞുകൊണ്ട് ഈ പലിശക്കാരൻ ഇങ്ങനെ പറയണം. ഇന്ന് നിന്റെ മോളുടെ അഭ്യാസ പ്രകടനങ്ങളൊന്നും കണ്ട് ഞാൻ പേടിച്ചു എന്ന് നീ കരുതണ്ട, ഇന്നത് നടന്നു, പക്ഷേ എപ്പോഴും അത് നടക്കണമെന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അവന്മാർ പോവുക, നിന്നെയൊക്കെ ഞാൻ എടുത്തോളാടിയെന്നും പറഞ്ഞു. അങ്ങനെ അയാൾ പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവർ വഴിയിൽ നിന്ന് നിരാശയോടെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുക.
അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് അവിടെ തറവാട്ടിൽ എല്ലാവരും കൂടിയിരിക്കുന്നു. അതുപോലെ ആ ഡിസൈനും കാര്യങ്ങളും അതെല്ലാം കണ്ടും കേട്ടും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു. ആദർശ് അവൻ്റെ ജോലി കൃത്യമായി പൂർത്തീകരിക്കുന്നുണ്ട്. ഡിസൈൻ കൊള്ളാമല്ലേ എന്നൊക്കെ ചോദിച്ചു. പവിത്ര എന്നൊരു ഡിസൈനർ പുതുതായി ചാർജ് എടുത്തില്ലേ, അവളാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെറിയച്ഛനും മുത്തച്ഛനും പറഞ്ഞപ്പോൾ എന്നോട് എല്ലാം പറഞ്ഞായിരുന്നു. അത്രക്കാരെ ഒരിക്കലും കമ്പനിയിൽ നിന്ന് ഒഴിവാക്കരുത്, എത്ര വില കൊടുത്തും അവരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ് അവർ തമ്മിൽ. അപ്പോഴാണ് നമ്മുടെ നയനെ അതിലെ വരുന്നത്. നയനെ കണ്ടപ്പോഴേക്കും ചെറിയച്ഛൻ നയനെ ഇവരുടെ അടുത്തേക്ക് വിളിച്ചു. മോൾ ആർട്ട് വർക്കൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലല്ലേ, ഈ ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പറഞ്ഞു. മുത്തശ്ശൻ അത് നയനയുടെ കയ്യിലേക്ക് കൊടുത്തു. നയന വരച്ച അതേ ഡിസൈൻ നയനയുടെ കൈകളിലേക്ക് തന്നെ കൊടുക്കുന്നു. എന്താ അല്ലേ? അങ്ങനെ നയന അതെല്ലാം മേടിച്ച് മറിച്ച് നോക്കി. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഡിസൈനല്ലേ, മോശാവോ? ഇത് നയന മനസ്സുകൊണ്ട് ചിന്തിക്കുക. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ചെറിയച്ഛൻ. അപ്പം ഞാനിതൊക്കെ നേരത്തെ കണ്ടതാ, ആദർശേട്ടൻ എന്നെ കാണിച്ചായിരുന്നു, മനോഹരമായിട്ടുണ്ടെന്ന് പറഞ്ഞു നയന. എക്സലൻ്റ് തന്നെ പറയാം അല്ല മോളെന്ന് മുത്തശ്ശനും. അസാധ്യ ടാലൻ്റ് ഉള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് ഇങ്ങനെ പറയുമ്പോൾ ഞാനും അല്പസ്വല്പം ഡിസൈനൊക്കെ ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു നയന. അപ്പോൾ അതിനെപ്പറ്റി ആദർശനോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു മുത്തശ്ശൻ. അപ്പോൾ പറഞ്ഞിട്ട് എന്താ വെച്ചാൽ കാര്യം, അവന് ഭാര്യയുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ മേലെ താല്പര്യമൊന്നും ഇല്ലാത്ത കൂട്ടത്തിലല്ലേ എന്ന് ചെറിയച്ഛൻ ഇങ്ങനെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മോള് അവനൊപ്പം ഇടയ്ക്കിടയ്ക്ക് ജ്വല്ലറിയിലൊക്കെ പോകണം, ആ പവിത്രയിൽ നിന്ന് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നാളെ ഈ സ്റ്റാഫൊക്കെ പോയാലും നമുക്ക് ഫീൽഡിൽ പിടിച്ച് നിൽക്കണമല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ജന്മസിദ്ധമായി കിട്ടുന്ന ഒരു കഴിവ് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിലൊരു പരിധിയൊക്കെ ഉണ്ട് മുത്തശ്ശ എന്ന് അന്നേരത്തേക്ക് നമ്മുടെ നയന പറയാം. അത് കേട്ടപ്പോൾ ഇവരൊന്ന് ചിരിച്ചു. ശരിയാണെന്നുള്ള ഇതിൽ മോളെ ഞങ്ങൾ കണക്കും ഡിസൈൻസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക, ആദർശിൻ്റെ കയ്യിൽ കുറച്ച് പേപ്പേഴ്സൊക്കെ ഇരിപ്പുണ്ടെന്ന് നിങ്ങൾ കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. എന്നിട്ട് നയനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അപ്പോൾ നയനമോൾക്ക് കുറച്ച് കഴിവൊക്കെ ഉള്ളതുകൊണ്ട് നയനമോൾ ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കണം, ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവളെ ഇതിലേക്ക് തന്നെ വിടണം എന്നുള്ള രീതിയിലൊക്കെ മുത്തശ്ശനും ചെറിയച്ഛനും കൂടെ നയനെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു. രാവിലെ മോള് വരയ്ക്കുന്ന കോലം കണ്ടിട്ടില്ലേ, ഇത്രയും നല്ല കോലം ഈ പരിസരത്ത് എവിടെയെങ്കിലും നീ കണ്ടിട്ടുണ്ടോ ജയാന്ന് ചോദിച്ചപ്പോൾ അതില്ല ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അസാമാന്യ ടാലൻ്റുള്ള കുട്ടിയാണ് നയനമോള്, പക്ഷേ അതൊന്നും വേണ്ടുന്നതുപോലെ കൈകാര്യം ചെയ്യാനായിട്ട് ആദർശിന് അറിയില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ അതും പറഞ്ഞ് അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ നയന ആദർശിനെ വിളിക്കാനായിട്ട് റൂമിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒന്നും കണ്ടില്ല. അപ്പോഴാണ് ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടത്. അപ്പോൾ ഇവിടെ കുളിക്കുകയാണോ സ്വയം പറഞ്ഞുകൊണ്ട് നേരെ ബാത്റൂമിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ആദർശേട്ടാന്ന് പറഞ്ഞ് വിളിച്ചു. എന്താണെന്ന് ചോദിച്ചു. മുത്തശ്ശനെ ഒരു ഫയൽ ചോദിച്ചായിരുന്നു, അത് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു നയന. അപ്പോൾ അത് ഞാൻ പറയാം, ഞാനേ ടവൽ എടുക്കാൻ മറന്നു, നീ വേഗം പോയി ടവൽ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു ആദർശ് ബാത്റൂമിൽ നിന്ന് നമ്മുടെ നയനയോട്. നയന പോയി ടവൽ എടുക്കാനായിട്ട് അങ്ങ് പോയി. അപ്പോൾ നയന ചെന്നു ടവൽ എടുത്തു, നേരെ ആദർശിൻ്റെ കയ്യിലേക്ക് കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് തോർത്തിക്കൊണ്ട് അങ്ങനെ നിൽക്കുന്ന ആദർശിനോട് നയന പുറത്തു നിന്ന് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക ഫയൽ എവിടെ ഇരിക്കുന്നതെന്ന്. ആ സമയം പെട്ടെന്ന് നമ്മുടെ നയനയുടെ സാരി തുമ്പ് ഈ ബാത്റൂമിൻ്റെ ഡോറിൽ ഇങ്ങനെ കുടുങ്ങി. അപ്പോൾ അത് ആ ഫയൽ എവിടെ ഇരിക്കുന്നതെന്ന് ആദർശ് പറഞ്ഞു കൊടുത്തു. അത് എടുക്കാനായിട്ട് നയന പോയപ്പോഴേക്കും ഈ സാരി തുമ്പ് ഇട്ട് വലിക്കുക. അപ്പോഴേക്കും ആദർശേട്ടാ വേണ്ട കേട്ടോ, വിട് ആദർശേട്ടാ വിടുന്നൊക്കെ പറയുന്നു. അപ്പം ഞാൻ ആരുടെ സാരിയിൽ പിടിച്ച് വലിക്കുന്നില്ലെന്ന് ആദർശ് അകത്ത് നിന്ന് പറയണം. ആദർശേട്ടാ അവിടെ മുത്തശ്ശൻ എന്നെ കാത്തിരിക്കുക, സാരി ഇത് പിടിവിട്ടിട്ട് ഫയൽ എവിടെയാണെന്നൊന്ന് എടുക്കട്ടെ പറഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നയന അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ. ആദർശന് അന്നേരം അതൊരു രസം. നോക്കിയപ്പോൾ സാരി ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ആദർശ് ഇങ്ങനത്തെ കളിയൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അകത്തുനിന്ന് പറയുമ്പോൾ എനിക്കും ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് നയന പുറത്തു നിന്ന് പറയുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സാരിയുടെ കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കുക. ഈ സമയത്ത് എല്ലാവരും എന്നെ പുറത്ത് കാത്തിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയൻ ഇങ്ങനെ ആദർശനോട് പറയുന്നുണ്ട്. പക്ഷെ ആര് കേൾക്കാൻ, എവിടെ കേൾക്കാൻ? അങ്ങനെ ആദർശാണ് തറതല തന്നെ അങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നീ പോവണ്ട, ഞാൻ പൊക്കോളാം, ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞ ആദർശ് നയനയോട് പോവണ്ട എന്ന് പറഞ്ഞപ്പം എന്നെയല്ലേ ഒരു കാര്യം ഏൽപ്പിച്ച് വിട്ടത്, ഞാനത് പോയി പറയട്ടെ എന്ന് പറഞ്ഞായി നയന. ഇപ്പം നീ പറയണ്ട, നീ അവിടെ നിൽക്കാൻ പറഞ്ഞു ആദർശ. നയനയ്ക്ക് പണി കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആദർശേട്ടാ വിട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആദർശനാണെങ്കിൽ ഒരു ചിരിയും വന്നുകൊണ്ടിരിക്കുന്നു. പാവത്തിൻ്റെ സാരി ഡോറിൽ കുരുങ്ങിയതാ, കുറച്ച് നേരം അങ്ങനെ തന്നെ അവിടെ നിൽക്കട്ടെ, അഹങ്കാരം കുറയാൻ ഇതൊക്കെ നല്ലതാണെന്നും പറഞ്ഞ ആദർശ്. ഈ സമയത്ത് മുത്തശ്ശൻ അവിടെ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നു. പോയ നയന ഇതുവരെയായിട്ടും തിരിച്ചു വന്നിട്ടില്ല. മോളെ വിട്ടിട്ട് മോള് വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് അവർ രണ്ടുപേരും കൂടെ മുറിയിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടേതായ ആ ഒരു സ്വകാര്യതയിലേക്ക് പോയി കാണും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചിട്ട് മുത്തശ്ശൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നീ പോയി വിളിച്ചുകൊണ്ട് വാ ജയ എന്നും പറഞ്ഞുകൊണ്ട് ജയനെ അവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് നോക്കുന്നു മുത്തശ്ശൻ. അപ്പോൾ ജയൻ അത് കേട്ട് നയനെ വിളിക്കാനായിട്ട് അങ്ങോട്ട് പോകണം. ഈ സമയത്താണ് നമ്മുടെ ആദർശ് വന്ന് ഡോറ് തുറന്നത്. ഡോറ് തുറന്നപ്പം
ഇപ്പോഴാണോ വരുന്നതെന്ന് നയന ചോദിച്ചു. നീ എന്നെ പ്രതിയാക്കിയില്ലേ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്. അതുകൊണ്ട് നീ കുറച്ച് നേരം അങ്ങനെ തന്നെ നിൽക്കാൻ പറഞ്ഞു. അപ്പത്തേ മുത്തശ്ശനും ഇളയച്ചനൊക്കെ അവിടെ എന്നെ കാത്തിരിക്കുക. അവരോടൊക്കെ ഞാൻ എന്ത് പറയുമെന്ന് ചോദിച്ചു നയന. അവരോട് പറയേണ്ടതൊക്കെ എന്താണെന്ന് നീ ഓർത്തു വെച്ചോളാൻ ആദർശ് പറഞ്ഞു. ഇത് വലിയ തലവേദന ആയല്ലോ എന്ന് നയന. അതെ, ആരെങ്കിലും ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ നാണക്കേടാവൂ എന്നൊക്കെ പറഞ്ഞപ്പം നാണമില്ലാത്ത നിനക്കാണോ നാണക്കേടെന്ന് ആദർശ് ചോദിച്ചു. നിങ്ങൾക്ക് നാണമില്ലാത്ത ഏത് നേരവും ആ ഇളമയെ കൊണ്ട് ആവശ്യമില്ലാത്തൊക്കെ പറയിക്കും എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും നമ്മുടെ ചെറിയച്ചൻ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ചെറിയച്ചൻ വരുന്ന ഇവർ കണ്ടില്ല കേട്ടോ. നിനക്കെന്താടി ദേഷ്യം വരുന്നുണ്ടോ എന്ന് ചോദിച്ചു ആദർശ് നയനയോട്. എനിക്ക് കടിച്ചു കീറാനാ തോന്നുന്നതെന്ന് പറഞ്ഞു. എന്നാലും നീ കുറച്ച് നേരം ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ചെറിയച്ചൻ അങ്ങോട്ടേക്ക് വന്നു. മോളേന്ന് പറഞ്ഞ് വിളിച്ച്. അപ്പോഴേക്കും ഇളയച്ചൻ വരുന്നുണ്ട്. ആ വരട്ടെ, അങ്ങനെ ഓരോരുത്തരായിട്ട് വരട്ടെ എന്ന്. അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ആ സമയത്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണാതെ ആ ഒരു അപ്രതീക്ഷിതമായ വരവിലാണ് ചെറിയച്ചൻ കയറി വന്ന് ഈ കാഴ്ച കാണുന്നത്. അപ്പോൾ ആദർശ് ബാത്റൂമിൽ നിന്ന് നയനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ ആയിട്ടോ ഇങ്ങനെ ചമ്മി ഇങ്ങനെ നിൽക്കുക. എന്താ ഇവിടെ എന്ന് ചെറിയച്ചൻ ചോദിച്ചപ്പം ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഈ പിള്ളേരുടെ ഒരു കാര്യം, രണ്ടിനും പരിസരബോധമില്ലെന്ന് പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. നിങ്ങൾക്ക് ഈ വാതിലൊക്കെ ഒന്ന് അടച്ചിട്ടൂടെ എന്നും അദ്ദേഹം ചോദിച്ചേ. അങ്ങനെയാണെങ്കിൽ മുട്ടി വിളിച്ചിട്ടല്ലേ ആൾക്കാർ അകത്തേക്ക് വരത്തുള്ളൂ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവരിങ്ങനെ ചമ്മി നിൽക്കുക. അതിനിവിടെ കുഴപ്പമൊന്നും ഇല്ല ഇളയച്ചാ എന്നിങ്ങനെ നമ്മുടെ നയന പറഞ്ഞു. ആ ശരി, രണ്ടുപേരും കുറച്ചുകൂടി കൺട്രോൾ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചെറിയച്ചൻ അങ്ങോട്ടേക്ക് പോയി. ഈ സമയം എന്ത് നാണക്കേടായി ഇതെന്ന് നയന ചോദിച്ചു. നിനക്കേ അങ്ങനെയുള്ള വിചാരങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്ന് ആദർശ് പറയുക. സത്യം പറയാലോ, ഇതുപോലൊരു ചതിയനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്ന് നയന പറഞ്ഞപ്പോൾ നീ ചതിയിലൂടെയാണല്ലോ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതെന്ന് ആദർശ്. അതിനുശേഷമാണ് നിൻ്റെ സ്വഭാവം എനിക്ക് കിട്ടിയതെന്നൊക്കെ പറഞ്ഞപ്പം ഇതിന് ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു നയന. എന്നാലേ കുറച്ച് സമയം കൂടി ഇവിടെ നിൽക്കുക, ബാക്കിയുള്ളവരും കൂടെ അറിയട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾക്കിത് എന്തിൻ്റെ കേടാ ആദർശേട്ടാ? എനിക്ക് ഒരു കേടുമില്ല. നിന്നെപ്പോലെ ഒരുത്തിക്ക് ഇത്തരം ശിക്ഷകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് തന്നേ പറ്റുമെന്ന് ആദർശ് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ നിൽക്കുമ്പോൾ ആഹാ, ഞാനും ഇതുപോലെയൊക്കെ തിരിച്ചടിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ ഇവിടെ എങ്ങും പിന്നെ നിങ്ങൾക്ക് നിൽക്കാനേ പറ്റിയെന്ന് വരില്ല എന്ന് പറയുന്ന അതിനെ പോകുമ്പോഴേക്കും ആദർശ് നീ അത്രയ്ക്കായോ എന്നും ചോദിച്ചുകൊണ്ട് പിടിച്ച് വലിച്ച് ബാത്റൂമിലേക്ക് വലിച്ച് കയറ്റി. അങ്ങനെ രണ്ടുപേരും പിടിയും വലിയൊക്കെ ആയി ഒരു കുഞ്ഞ റൊമാൻസ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ആദർശ് ബാത്റൂമിലേക്ക് കയറി നയന പുറത്ത് നിന്ന് ചിരിക്കുന്നു. പിന്നെ ആദർശ് അകത്ത് നിന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഈ ചെറിയച്ചൻ ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും നീ പോയിട്ട് ഇതുവരെ എന്തെടുക്കായിരുന്നു ജയ? നിന്നെയും കൂടെ കാണാതായപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങുമായിരുന്നു എന്ന് പറഞ്ഞു. ഈ ഫയൽ എടുക്കാൻ പോകുന്നവരാരും തിരിച്ചു വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അച്ഛാ ഇനി എന്നെ ഇതുപോലെ റിസ്ക് ഉള്ള കാര്യങ്ങളൊന്നും ഏൽപ്പിക്കരുതെന്ന് മകൻ അച്ഛനോട് പറയാം. ഒരു ഫയൽ എടുക്കാൻ പോകുന്നത് ഇത്ര വലിയ റിസ്ക് ആണോടാ? എന്നെ സംബന്ധിച്ചിടത്തോളം അത് റിസ്ക് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, രണ്ടിനും പരിസരബോധം ഒന്നുമില്ല. അപ്പോഴേക്കും ജാനും അങ്ങോട്ടേക്ക് വന്നു. ഇവിടുന്ന് ഫയലെടുക്കാൻ പോയ ആൾ മുറിയിലെത്തിയപ്പോൾ അതൊക്കെ അങ്ങ് മറന്നുപോയെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മുത്തശ്ശനൊന്ന് ചിരിച്ചു. കുളിച്ചുകൊണ്ട് നിൽക്കുന്ന ആദർശ് ബാത്റൂമിന് പുറത്ത് നിൽക്കുന്ന നയനയുടെ സാരത്തുമ്പി പിടിച്ചു വലിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞു കൊടുത്തപ്പം എന്തിനാ ഓടിക്കയറി അങ്ങ് ചെന്നേന്ന് ചോദിച്ചു ജാനു. ഇനി ആ മുറി കണ്ടില്ല എന്ന് വെക്കേ നിവർത്തിയുള്ളൂ എന്ന് പറഞ്ഞു അവർ. അവിടേക്ക് പോയി കഴിഞ്ഞാലേ ഇത്തരം കാഴ്ചകളൊക്കെ ഒരുപാട് കാണേണ്ടി വരുമെന്ന് പറഞ്ഞപ്പം അവർക്ക് എന്ത് തോന്നിയാലും ഒന്ന് കളിയാക്കുന്നത് നല്ലതാണെന്ന് മുത്തശ്ശൻ പറഞ്ഞു. ഇങ്ങനെ ബെല്ലും ബ്രേക്കും ഇല്ലാണ്ട് പോയാലേ ശരിയാവില്ലല്ലോ എന്ന്. അല്ല മുത്തശ്ശ, ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മൾ അവരോട് പറയുന്നതെന്ന് മകൻ അച്ഛനോട് ചോദിച്ചപ്പം അതൊക്കെ ഞാൻ പറഞ്ഞോളാം, ഇതിപ്പോൾ നിത്യേനം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ എന്ന് ജാനു. ആ സമയത്ത് നവ്യയ്ക്ക് അഭിക്കും ഉടനെ കുഞ്ഞു ജനിക്കും. നയനമോൾ ഇതുവരെ വിശേഷം അറിയിച്ചിട്ടില്ല, അവരുടേതായ സ്വകാര്യതയിൽ അവരങ്ങ് സന്തോഷിക്കട്ടെ എന്ന് മുത്തശ്ശൻ പറഞ്ഞു. അപ്പോൾ അത് ശരിയാണെന്ന് പറഞ്ഞു. എന്തായാലും ഇത്രയും കാലം അംഗീകരിക്കാതിരുന്ന നമ്മുടെ നയനമോളെ ആദർശ് കുറേശ്ശെ അംഗീകരിച്ചില്ലേ? മാത്രമല്ല ഇപ്പം ദേവയ്ക്കാണെങ്കിലും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ എല്ലാം അനുഭവിച്ചറിഞ്ഞ അവൻ്റെ ആ ഒരു ജീവിതം അത് അവൻ ആസ്വദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആദർശിനെയും നയനയുമാണ്. ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ റൂമിൽ നിൽക്കുമ്പോൾ നമ്മുടെ നയനയാണെങ്കിൽ ആകെ നാണക്കേട് കൊണ്ട് ഇങ്ങനെ ഓരോന്ന് കാണിക്കുക. ഷോ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ കണ്ടു, മുത്തശ്ശൻ അറിയും, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. എടി നീ എന്തിനാ ഇതുപോലെ ടെൻഷൻ അടിക്കുന്നേ? ഞാൻ കൂടെ നിർത്തിയതും സംസാരിച്ചതും എൻ്റെ ഭാര്യയോടല്ലേ, അതിന് നീ എന്തിനാ ഇതിന് മാത്രം ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിച്ചു. മുത്തശ്ശൻ ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ അത് എടുപിടിന്ന് ചെയ്യുന്ന ആളായിരുന്നല്ലോ, പിന്നെ എന്താ പറ്റിയെന്ന് ചോദിച്ചു. അതെ, അത് ഇമ്പോർട്ടൻ്റ് ആയ ഫയൽ തന്നെയായിരുന്നു, എങ്കിലും അതൊരു 10 മിനിറ്റ് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ലാത്ത ഫയലാണെന്ന് നമ്മുടെ ആദർശ് നയനയോട് പറയാം. അപ്പോൾ അതൊക്കെ കേട്ട് നയന ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ. അങ്ങനെ ആദർശ് നയനയും കൂടെ ആ ഫയലിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും നമ്മുടെ ശാന്തി മുഹൂർത്തമൊന്നും കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ശാന്തി മുഹൂർത്തം എന്ന് ചോദിച്ചു നയന. എന്താ നീ അത് കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചപ്പം നയനയ്ക്കൊരു ചമ്മൽ പോലെ. അതേപ്പറ്റിയൊന്നും ഞാൻ ചിന്തിക്കാറില്ല എന്ന് നയന അന്നേരം പറഞ്ഞു. പിന്നെ ഞാനാണോ ചിന്തിക്കുന്നത്? ഇപ്പം അതേപ്പറ്റി പറഞ്ഞ ആളാരാ? അത് പിന്നെ ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ.
നിൻ്റെ ഈ വിഷമം കണ്ടിട്ടേ എനിക്ക് ഒരു വിഷമമില്ല കേട്ടോ. ഇങ്ങനെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിലാണ് എൻ്റെ സങ്കടം. ഓ, ഇനിയിപ്പോൾ മുത്തശ്ശനോടും ഇളയച്ചൻ ഈ കാര്യമൊക്കെ ചെന്ന് പറഞ്ഞ് കാണത്തില്ലേന്ന് ചോദിച്ചപ്പം ആദർശ്, നിനക്കേ ഇത്തിരി അഹങ്കാരം കൂടുതലാണ്, അതൊന്ന് അവസാനിക്കട്ടെ എന്ന് കരുതിയാ ഞാൻ അങ്ങനെ ചെയ്തതെന്ന് ആദർശ് പറഞ്ഞു. ഞാൻ ഇനി അവരെയൊക്കെ എങ്ങനെ ഫേസ് ചെയ്യാനാണെന്ന് ചോദിച്ചപ്പോൾ നീ ഫേസ് ചെയ്യണം, അതല്ലേ വേണ്ടത്. ഓ, എല്ലാം ഒപ്പിച്ചു വെച്ചിരുന്ന് ചിരിക്കുന്നത് കണ്ടില്ലേ? ഇതുപോലെ തൊലിക്കട്ടിയുള്ളൊരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പം അതിന് നിനക്കും കുറവൊന്നുമില്ലല്ലോ എന്ന് ആദർശ് ചോദിച്ചു. അത് നിങ്ങളുടെ കൂടെ കൂടിയതിന് ശേഷമാണെന്ന് നയനയും പറഞ്ഞു. ഇത്രയും തൊലിക്കട്ടിയില്ലാതെ എങ്ങനെയാണ് ഞാൻ നിങ്ങളോടൊപ്പം ജീവിക്കുന്നത്? എന്നാൽ ഇതൊക്കെ നീയും അങ്ങ് അനുഭവിച്ചോളാനും പറഞ്ഞു. എനിക്കും അവസരം വരും, അപ്പോഴേ ഞാനും തിരിച്ചടി തന്നോളാന്ന് പറഞ്ഞപ്പം ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു നമ്മുടെ നയനി അവിടെ നിന്ന് പോയി. ഒരു കള്ള ചിരിയോടെ ആദർശ് ഇങ്ങനെ നിൽക്കുക. ഉള്ളിൻ്റെ ഉള്ളിന് നയനിയോട് ആവേശകരമായ സ്നേഹമാണ്, പക്ഷെ അത് കാണിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ നമ്മുടെ നയന പുറത്തേക്ക് ഇറങ്ങി വന്ന സമയത്ത് ജാനു അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങി വന്നപ്പം ഇങ്ങനെ ചമ്മി നിൽക്കുക നമ്മുടെ നയന. അന്നേരം നമ്മുടെ ജാനു പറഞ്ഞു, ഇത്രയും ദിവസം ഇമാതിരി കാഴ്ചകളൊക്കെ ഞാനേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇന്ന് എൻ്റെ ഭർത്താവും അത് കണ്ടു. അല്ല, എന്ത് കണ്ടെന്നാ പറയുന്നതെന്ന് ഒന്നും അറിയാത്തതുപോലെ നയന ചോദിച്ചു. ഇനി എന്താ ഇനിയിപ്പോൾ ഇവിടെ കാണാനുള്ളത്? ഇവിടെ പലപ്പോഴും ഡോർ ലോക്ക് ചെയ്തതിലെ രണ്ടുപേരൂടെ നിൽക്കുന്നത്. പിന്നെ ഫയലെടുക്കാൻ പോയ ആളാ. അത് പിന്നെ ഇളയമ്മേ, എൻ്റെ സാരി ബാത്റൂമിൻ്റെ ഡോറിൽ കഥയൊക്കെ ഞാൻ അറിഞ്ഞു. എന്തായാലും രണ്ടുപേരുടെയും സ്നേഹമൊന്നും കുഴപ്പമില്ല, പക്ഷെ അതൊക്കെ ഡോർ അടച്ചിട്ടിട്ട് വേണമെന്നും പറഞ്ഞുകൊണ്ട് ഇളയമ്മ പറഞ്ഞു കൊടുക്കുക. ഇനി എൻ്റെ മുന്നിൽ കിടന്ന് ഉരുളുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞങ്ങളാരും ഇങ്ങനെ മറ്റാരെ കൊണ്ടും പറയിച്ചിട്ടില്ല കേട്ടോ, ഞങ്ങളും പ്രണയിച്ചിട്ടൊക്കെ ഉള്ളവരാണെന്നൊക്കെ ഞാനും ജയേട്ടനും അജയേട്ടനും ഒക്കെ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. ഏട്ടത്തിയ ജലജയൊക്കെ കണ്ടാലേ പ്രശ്നമാണ് കേട്ടോ, അവർക്ക് പിന്നെ ഇതും മതി ഇന്നത്തെ ദിവസം തല്ലിക്കെടുത്താൻ. ഇളയമ്മയോട് ഞാനിനി എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് ചോദിച്ചപ്പോൾ എന്നെ ഒന്നും മനസ്സിലാക്കണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ ഞങ്ങൾ മുതിർന്നവർ കാണുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇവിടെ ചില കുട്ടികളൊക്കെ ഉണ്ട്, കല്യാണം കഴിയാത്ത കുട്ടികൾ. അവരിതൊക്കെ കണ്ടാലേ മോശമാണ് കേട്ടോ എന്നും ചെറിയമ്മ പറഞ്ഞു കൊടുത്തു. ഭാഗ്യത്തിന് ഇതുവരെ അവരാരും പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. ഇനി അത് പറയിക്കാം, നിങ്ങളായിട്ട് അവസരമൊന്നും ഉണ്ടാക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇളയമ്മ അങ്ങ് പോയപ്പോൾ നമ്മുടെ നയനി ഇങ്ങനെ ചമ്മി വിളറി അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് കേട്ടോ. എല്ലാവർക്കും നന്ദി.